രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കില്ലെന്ന് സൂചന. കേരളത്തിലെ കലഹം മറയ്ക്കാനാണ് ഇത്തരത്തിൽ പ്രചരണമുണ്ടായതെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത്ത് ചേരുകയാണ്. അതായത് നേരത്തെയുള്ള പ്രഖ്യാപനങ്ങളെല്ലാം വെറും വാക്കാകുന്നു, നേരത്തെ വന്ന മാധ്യമ വാർത്തകൾ തെറ്റാണ് എന്നതാണ് സൂചന. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഇല്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശരത്? അല്പസമയത്തിനകം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ആരംഭിക്കാനിരിക്കെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരില്ല എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രമുഖ ദേശീയ മാധ്യമങ്ങളുടെ എല്ലാം തന്നെ ഏജൻസി, അതുപോലെ തന്നെ ന്യൂസ് ഏജൻസികളും ഒക്കെ തന്നെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തെക്കേ ഇന്ത്യയിൽ വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ, അത്തരമൊരു സാധ്യതകൾ അവസാനിച്ചതായുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NDTV ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ കടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം അത് ദേശീയ രാഷ്ട്രീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും. BJP-യുമായി നേർക്കുനേർ മത്സരിക്കേണ്ടുന്ന കോൺഗ്രസ് അതിനു പകരം CPIM-നോടും ഇടതുപക്ഷത്തോടും ഒക്കെ തന്നെ മത്സരിക്കുന്ന ഇത് ദേശീയ തലത്തിൽ തന്നെ മോശമൊരു സന്ദേശം നൽകും. അതുപോലെ തന്നെ വയനാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ, ന്യൂനപക്ഷ വോട്ടുകൾ ഭൂരിപക്ഷം ഉള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ദേശീയ തലത്തിൽ BJP മറ്റൊരു തരത്തിൽ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുമെന്നുൾപ്പെടെയുള്ള ദേശീയ തലത്തിൽ ഈ ഒരു മത്സരം ഉണ്ടായാൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാനില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച് കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ AK ആന്റണിയും അതുപോലെ തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ തങ്ങൾ ഈ കാര്യം മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരോടൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധി എടുക്കുമെന്ന് പറയുമ്പോഴും അത്തരമൊരു സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കാണുന്നില്ല എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയം ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടാക്കുന്ന തിരിച്ചടി, അതുപോലെ തന്നെ വലിയ ഒരു ദേശീയ തലത്തിൽ ഇത് ഉണ്ടാക്കുന്ന സന്ദേശം അത് പൂർണ്ണമായും തെറ്റാകുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു മത്സര രംഗത്ത് നിന്ന് വയനാട്ടിൽ നിന്ന് പിന്മാറാനുള്ള ആലോചനയിലേക്ക് രാഹുൽ നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ മറ്റു ഒരു പ്രധാനമായും ഇത്തരം ഒരു വാർത്ത പിന്നിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കാണ് എന്നുള്ള രീതിയിലും ഇപ്പോൾ വിലയിരുത്തലുകൾ വന്നിരിക്കുന്നു. അത് നേരത്തെ തന്നെ വയനാട് സീറ്റിനെ ചൊല്ലി വലിയ തർക്കം തന്നെയായിരുന്നു നിലനിന്നത്. ഐ ഗ്രൂപ്പിന്റെ സീറ്റ് A ഗ്രൂപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി വഴങ്ങിക്കൊണ്ട് TCDക്ക് നൽകാനുള്ള നീക്കമായിരുന്നു നടന്നത്. അത്തരത്തിലൊരു വിഷയം സജീവമായി നിലനിൽക്കി ആ ഗ്രൂപ്പ് വഴക്കിന്റെ പ്രതിസന്ധിയെ മറികടക്കുന്നത് ലക്ഷ്യമാക്കിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ പടച്ചുവിട്ടത് എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ദേശീയ തലത്തിൽ എന്താണ് തന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഉണ്ടാകുന്ന സന്ദേശം എന്നുള്ളത് ഏറ്റവും പ്രധാനമായും അദ്ദേഹം വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തുമ്പോൾ പൂർണ്ണമായും തെറ്റായ സന്ദേശമാണ് വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ ഉണ്ടാവുക എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും രാഹുൽ പിന്മാറുക എന്നുള്ള നീക്കത്തിലേക്ക് തന്നെ പോകുമെന്നാണ് മനസ്സിലാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം 11 മണിയോടുകൂടി പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്രകടന പത്രിക നാളെ പ്രസിദ്ധീകരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമായ അജണ്ട ഈ ഒരു പ്രകടന പത്രിക തന്നെയായിരിക്കും. അതിന് ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം അംഗീകാരം നൽകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നില്ല. എന്നാൽ അതേസമയം തന്നെ നാടകീയമായി ഈ ഒരു വിഷയം പ്രവർത്തക സമിതിയിൽ ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ തള്ളിക്കളയാനാകില്ല. ഏതായാലും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ രണ്ടാമത്തെ ഒരു മണ്ഡലം തേടുന്നു എന്നതിനെ സംബന്ധിച്ച് BJP കാര്യമായ ഒരു പ്രതികരണം, വയനാട് ആണ് മത്സരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വാർത്തകളോട് കാര്യമായി ഇതേവരെയായി BJP പ്രതികരിച്ചിട്ടില്ല. രാഹുൽ മറ്റൊരു മണ്ഡലം തേടുന്നതിനെ കുറിച്ച് ഒക്കെ തന്നെ ചില ട്വീറ്റുകളൊക്കെ ചെയ്തിരുന്നെങ്കിലും വയനാട് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായും BJP ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതിന് പിന്നിലുള്ള കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഈ ഒരു മത്സരം ഉണ്ടായാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ ബി.ജെ.പിക്ക് രാഹുലിനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണായുധമായി മാറും. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറെയുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായ വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് ബി.ജെ.പി ഉത്തരേന്ത്യയിൽ വലിയ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇതിലൊരു അന്തിമമായ തീരുമാനമെടുക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നുള്ള രീതിയിൽ ബി.ജെ.പി നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ അതിന്റെ ഒരു സൂചനകളൊക്കെ തന്നെയാണ് ബി.ജെ.പി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ആ പ്രവർത്തക സമിതി യോഗത്തിൽ തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാക്കുമോ എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെ യോഗത്തിനായി എത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയും എ.കെ. ആന്റണിയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗും ഒക്കെ തന്നെ യോഗത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം യോഗം ആരംഭിക്കും. നിർഭയ ശരത്, അതായത് പ്രവർത്തക സമിതി യോഗത്തിൽ പ്രധാന അജണ്ട പ്രകടന പത്രികയാണ്. അതിനെക്കുറിച്ച് മാത്രമായി ചർച്ച ചുരുങ്ങുകയാണെങ്കിൽ വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ഇനിയും അനിശ്ചിതത്വം തുടരുമോ? രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുമോ, മറ്റേത് മണ്ഡലത്തിലാണ് മത്സരിക്കുക എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് സമിതി യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണോ? ഈ ഒരു ഘട്ടത്തിൽ നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളൊക്കെ തന്നെ സജീവമായി നടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രകടന പത്രിക മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ ഏറ്റെടുക്കാനുള്ള സമയവും ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകടന പത്രിക ഏറ്റവും പെട്ടെന്ന് അംഗീകാരം നൽകിക്കൊണ്ട് ആ പ്രകടന പത്രികയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണം ആരംഭിക്കാൻ കോൺഗ്രസിന് തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും ആദ്യത്തെ അജണ്ടയും ഏറ്റവും പ്രമുഖമായ അജണ്ടയും എന്ന് പറയുന്നത് പ്രകടന പത്രിക ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രവർത്തക സമിതി യോഗത്തിന് എത്തിയിട്ടുണ്ട്. ഏതായാലും പ്രവർത്തക സമിതി യോഗം ഇപ്പോൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ റിപ്പോർട്ട് ചെയ്ത വിഷയത്തിലേക്ക് തന്നെ വരികയാണ് എങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഈ ഒരു യോഗത്തിൽ എത്രത്തോളം ചർച്ചയാകുമെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അത് തെരഞ്ഞെടുപ്പ് സമിതി യോഗം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ഈ ഒരു വിഷയം പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ അതേസമയം തന്നെ നിലവിൽ ഒരു കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു പ്രമേയമൊക്കെ തന്നെ കൊണ്ടുവന്ന ചരിത്രമൊക്കെ മുൻപ് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ നാടകീയമായി ഈ വിഷയം വീണ്ടും അവതരിപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയുവാൻ വേണ്ടി സാധിക്കുകയില്ല. ഏതായാലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനും അപ്പുറത്തേക്ക് വടകര, വയനാട് സീറ്റുകളിലെ പ്രഖ്യാപനം ഇതേവരെ കോൺഗ്രസ് നടത്തിയിട്ടില്ല. 9 സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷവും ഈ കേരളത്തിലെ ഈ 2 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് വൈകരുത് എന്നുള്ള കാര്യം മുതിർന്ന കോൺഗ്രസ് കേരളത്തിലെ നേതാക്കന്മാരായ കെ.സി. വേണുഗോപാലും അതുപോലെ തന്നെ എ.കെ. ആന്റണിയും ഒക്കെ തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചുകൊണ്ട് ഏതായാലും തീരുമാനം ഉടൻ വേണമെന്നുള്ളത് കേരളത്തിന്റെ ആവശ്യം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ ഏതായാലും തയ്യാറാകും. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും അല്പസമയത്തിനകം യോഗം ആരംഭിക്കും. പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ശരത്ത്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത് അതായത് മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നതാണ്. അതായത് രാഹുലിന്റെ മേൽ സമ്മർദ്ദം ഏറുന്നു. അതായത് വയനാട്ടിൽ ആദ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ്. ടി സിദ്ദിഖ് ആയിരുന്നു സ്ഥാനാർത്ഥി. ടി സിദ്ദിഖ് പ്രചരണം ആരംഭിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവിട്ടു. അതായത് മത്സര രംഗത്ത് ഇത് പിന്മാറുകയാണെന്ന് ടി സിദ്ദിഖും പറഞ്ഞു. ഈ അവസരത്തിൽ ഇന്ന് തന്നെ അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകണമെന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖർ ആവശ്യപ്പെടുന്നത്. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ രാഹുൽ മത്സരിക്കുമോ, വയനാട്ടിൽ എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിലും അതുപോലെ രാഹുൽ ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കുക എന്ന കാര്യത്തിലും തീരുമാനം ഉണ്ടാകാനാണോ സാധ്യത? ശരത്ത്, കേൾക്കാമോ? ശരത്, ഇപ്പോഴും രാഹുൽ ഗാന്ധിയുമായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കൾ സോണിയാഗാന്ധിയുമായും ചർച്ച നടത്തുന്നുണ്ട്. അതായത് വലിയ സമ്മർദ്ദമാണ് രാഹുലിന്റെ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. അതായത് ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മത്സരിക്കുന്നത് നല്ല സന്ദേശം നൽകില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ നേതാക്കൾ രാഹുൽ വയനാട്ടിൽ എത്തണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് തീരുമാനം ഇത്രയും ദിവസം വൈകിയത്. നേരത്തെ നമുക്കറിയാം വയനാടിൽ ടി സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയായി നേരത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ്. ടി സിദ്ദിഖ് പ്രചരണവും ആരംഭിച്ച ശേഷമാണ് ടി സിദ്ദിഖ് പിന്മാറി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് രാഹുലാണ് വയനാട്ടിൽ എത്തുന്നത്.
എന്ന്. ഉമ്മൻചാണ്ടി അടക്കം വരുന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും നടത്തി. ഇതിനുശേഷമാണ് വീണ്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോയത്. ഇപ്പോൾ അടിയന്തര ചർച്ചകൾ ദില്ലിയിൽ നടക്കുന്നുവെന്നാണ്. സോണിയാഗാന്ധിയുമായി മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കാനായി രാഹുൽ ഗാന്ധിയും എത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണോ ശരത്? തീർച്ചയായും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏതായാലും അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എന്നാൽ അതേസമയം തന്നെ അത് പ്രവർത്തക സമിതി യോഗം ചർച്ച ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തക സമിതി യോഗം പ്രധാനമായും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയാണ് ചർച്ച ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ ഈ ഒരു യോഗത്തിൽ അത് ചർച്ചയാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേർന്നുകൊണ്ട് എന്തെങ്കിലുമുള്ള നിർണായകമായ തീരുമാനമെടുക്കുമോ എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കരുതേണ്ടി വരും. കാരണം നിലവിലെ സാഹചര്യത്തിൽ 2 സീറ്റുകൾ വയനാടിലും വടകരയിലും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതേവരെയായി ഔദ്യോഗികമായ പ്രഖ്യാപനം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിൽ വലിയ ഒരു അനിശ്ചിതത്വം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രചരണമൊന്നും തന്നെ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി നടത്താൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഔദ്യോഗികമായി കൺവെൻഷൻ വിളിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കാത്ത സാഹചര്യമാണ് വയനാട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഉടൻ ഒരു സ്ഥാനാർത്ഥികൾ ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. രാഹുൽ ഗാന്ധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതകൾ അടയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രമുഖ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പ്രധാനമായും കാരണം നേരത്തെ നമ്മളൊക്കെ തന്നെ വിലയിരുത്തിയതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ അത് നൽകുന്ന സന്ദേശം ഏറ്റവും പ്രധാനമാണ്. രാഹുൽ ഗാന്ധി ബിജെപിക്കൊപ്പം സ്വാധീനമില്ലാത്ത ഒരു സംസ്ഥാനത്തിൽ വന്നുകൊണ്ട് മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ അത് ബി ജെ പി വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ ആയുധമാക്കും. ബി.ജെ.പി ഏറ്റവും സജീവവും ശക്തവുമായിരിക്കുന്ന ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ഉത്തർപ്രദേശിൽ നിന്ന് ഉൾപ്പെടെ സ്ഥാനാർത്ഥിത്വം മാറ്റിക്കൊണ്ട് മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ബി.ജെ.പി ഉത്തരേന്ത്യയിൽ വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണായുധമാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ബി.ജെ.പിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് അത്തരമൊരു ആയുധം കോൺഗ്രസ് വച്ചു നീട്ടുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതുപോലെ തന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമിത ആത്മവിശ്വാസത്തോടെയും അമിത ഉത്സാഹത്തോടു കൂടിയുമുള്ള ഒരു പ്രചരണം ഈ കേരളത്തിലെ നേതാക്കന്മാർ മാത്രമാണ് നടത്തിയത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. കാരണം ഇതേ ആവശ്യം കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള ഇതേ ആവശ്യം നേരത്തെ തമിഴ്നാടും അതുപോലെ തന്നെ കർണാടക PCCകളൊക്കെ തന്നെ ഏറ്റവും കൃത്യമായി ഉന്നയിച്ചിരുന്നു. അവർ അവരുടെ റിക്വസ്റ്റ് എന്നുള്ള നിലയിൽ ദേശീയ അധ്യക്ഷനെ അത്ര വലിയ ആഹ്ലാദങ്ങളോ അല്ലെങ്കിൽ മത്സരിക്കുമെന്ന് സ്ഥിരീകരിക്കുകയോ ഒന്നും ചെയ്യാതെ കൃത്യമായും തങ്ങളുടെ നിലപാട് അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങനെയല്ല ചെയ്തത്. മറിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു എന്നുള്ള രീതിയിൽ തന്നെയുള്ള പ്രഖ്യാപനം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ ജനങ്ങളോടും കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായത്. ഈ ഒരു വിഷയം ചർച്ചയായ ദിവസം തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്നുൾപ്പെടെയുള്ള രീതിയിലായിരുന്നു നേതാക്കന്മാരൊക്കെ പ്രതികരിച്ചത്. ആ രീതിയിൽ കോൺഗ്രസ് അധ്യക്ഷനെ സമ്മർദ്ദത്തിലാക്കി മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം നടത്തി എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കേരളത്തിലെ നേതാക്കന്മാരൊക്കെ തന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്രൂപ്പ് വഴക്ക് പൂർണ്ണമായും ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പൊതുസമൂഹത്തിന്റെ ചർച്ചയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു നീക്കം നടത്തിയതായിരുന്നു നേതാക്കന്മാർ. അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് ഒരുപക്ഷെ കേരളത്തിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അത് ഈ ഗ്രൂപ്പ് നേതാക്കന്മാർക്കൊക്കെ തന്നെ തങ്ങളുടെ നേട്ടമായി അവതരിപ്പിക്കാനും കഴിയും. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അതായത് ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിലേക്ക് ഈ നേതാക്കന്മാർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെയാണ് വിലയിരുത്തലുള്ളത്. ഏതായാലും അല്പസമയത്തിനകം ആരംഭിക്കുന്ന പ്രവർത്തക സമിതി യോഗം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുമോ എന്നുള്ളത് നമുക്ക് യോഗം ആരംഭിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അതിനുശേഷം വ്യക്തമാകും. ശരത്ത്, വിവരങ്ങൾ വ്യക്തമാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ശരത്ത് നൽകിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എന്ന വാർത്തയാണ് ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ടത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിലേക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. രാഹുൽ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഇത് നല്ല സന്ദേശമല്ല നൽകുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാഹുൽ വയനാട്ടിൽ എത്തില്ല എന്ന സൂചനയാണ് ദേശീയ മാധ്യമവും പുറത്തുവിടുന്നത്.